കൊട്ടാരക്കരയ്ക്കടുത്ത് താഴത്തുകുളക്കട എന്ന കൊച്ചു ഗ്രാമത്തിലാണുള്ളത്. നമ്മളവിടെ വളരെ പ്രത്യേകതയുള്ളൊരു കാഴ്ച കാണാനാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ കല്ലടയാറാണ് ഈ മണ്ണടിയെയും താഴത്തുകുളക്കട എന്ന ഗ്രാമത്തെയും വേർതിരിക്കുന്നത്. ഈ ഗ്രാമത്തിന് തൊട്ടക്കരയാണ് മണ്ണടി. അപ്പോൾ മണ്ണടി ക്ഷേത്രത്തിലെ ഉച്ചബലിയുമായി ബന്ധപ്പെട്ട് വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വർഷങ്ങളായി 2 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യമുള്ള ഒരു വളരെ കുളിർമയുള്ള കാഴ്ച. കൊതുമ്പ് വെള്ളത്തിൽ മോര് നിറച്ച് ഇവിടെ എത്തുന്ന ആളുകൾക്ക് നൽകുന്ന വളരെ ചിരപുരാതനമായൊരു കാഴ്ചയാണ്. ഈ കൊതുമ്പ് വെള്ളം നിറയെ പ്രത്യേകമായി തയ്യാറാക്കിയ മോരാണ്. ഈ മോരിൽ ഔഷധക്കൂട്ടുകൾ, പുതിനയില, മല്ലിയില, കുരുമുളക് തുടങ്ങി ഔഷധക്കൂട്ടുകൾ നിറച്ച പ്രത്യേക, കായം ഉൾപ്പെടെയുള്ള ഔഷധക്കൂട്ടുകൾ നിറച്ച പ്രത്യേക സംഭാരമാണ് ഈ തോണിക്കകത്ത് ഇങ്ങനെ വിതരണം ചെയ്യുന്നത്. ഇത് വൈകുന്നേരം വരെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതും കൊതുമ്പ് വെള്ളത്തിൽ നൽകുന്നുള്ളൊരു പ്രത്യേകതയും നൽകുന്നു. ഇത് പണ്ട് കാലത്തെ മുതിർന്നവർ തുടങ്ങി വെച്ച ഒരു സംഭവം ഇപ്പോഴത്തെ തലമുറയിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു. ഉച്ചബലി എന്ന് വെച്ചാൽ വളരെ മാർച്ച് മാസം ഈ കൊടും വേനൽ എത്തുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഉച്ചബലി. അതും ഉച്ചയ്ക്ക് നടക്കുന്ന ആഘോഷമായതുകൊണ്ട് ഉച്ചയ്ക്ക് ഈ 6 കടന്ന് അക്കരെ മണ്ണട ക്ഷേത്രത്തിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ അവരുടെ ദാഹം തീർക്കുന്നതിന് വേണ്ടി പണ്ട് തലമുറ കാലത്ത് മുതിർന്നവർ നൽകിക്കൊണ്ടിരുന്നതാണ്. അതിനെയാണ് ഇപ്പോഴത്തെ തലമുറ ഏറ്റെടുത്ത് ഇപ്പോഴും നടപ്പിലാക്കി വരുന്നത്. കൊതുമ്പ് വെള്ളത്തിൽ മോര് നിറച്ച് നൽകുന്ന വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. കണ്ണിനും കുളിർമ നൽകുന്നൊരു കാഴ്ചയാണ് ഈ ഗ്രാമത്തിൽ നിന്നും, താഴത്തുകുളക്കട എന്ന ഗ്രാമത്തിൽ നിന്നും കാണാൻ കഴിയുന്നത്. താഴത്തുകുളക്കട പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണടി ഉച്ചബലി ദിവസം എന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു വലിയ വികാരമുള്ളതാണ്. ഇതുപോലെ മോരും വെള്ളം ഇവിടെ വെച്ച് ഈ വള്ളത്തിൽ കൊടുക്കുന്ന ആ ദൃശ്യം കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രദേശത്തുള്ളവർക്കെല്ലാം വളരെ സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പക്കാർ ഏകദേശം ഒരാഴ്ചക്കാലമായി ഇതിനുള്ള തയ്യാറെടുപ്പാണ്. മാങ്ങ കിട്ടാതെ പല സ്ഥലങ്ങളിൽ കയറിയിറങ്ങി മാങ്ങ ഒപ്പിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം ഇതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം വളരെ സജീവമായി രാഹുലിൻ്റെയും അതുപോലെ ജിത്തിൻ്റെയും എല്ലാ നേതൃത്വത്തിൽ നന്നായി നടക്കുന്നു. ഈ ദൃശ്യം എന്ന് പറയുന്നത് തന്നെ ഞാൻ ഏകദേശം 28 വർഷക്കാലമായി ഞാനിവിടെ വന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും എപ്പോഴെങ്കിലും വൈകിട്ട് തീരുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഞാനിവിടെ എത്താറുണ്ട്. നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. ചരിത്ര പ്രാധാന്യമുള്ളൊരു ദിവസമാണ് മണ്ണടി ഉച്ചബലി എന്ന് പറയുന്നത്. നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഇനം തന്നെയാണ്. ആ ദിവസം താഴത്തുകുളക്കടയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്കും വലിയവർക്കും ആബാലവൃദ്ധം ജനങ്ങൾക്കും ഈ മോരും വെള്ളം എന്ന് പറയുന്നത് എല്ലാവരും ഇവിടെ വന്ന് അതിനകത്ത് വയ്യാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഇവിടെ വന്ന് പങ്കാളികളാവും. അല്ലെങ്കിൽ അപ്പോൾ ഇതുവഴി വരുന്നവർ മൊത്തം ഇവിടുന്ന് ഇഷ്ടംപോലെ മോരും വെള്ളം കുടിച്ച് വയറ് നിറച്ച് സർവ്വ ക്ഷീണവും മാറ്റി 5 മിനിറ്റ് ഇവിടെയൊക്കെ തണുപ്പത്തിരുന്നിട്ട് പോകുന്ന പതിവ് അതിപ്പോഴും തുടരുക. ഈ മണ്ണടി ഉച്ചബലി മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് മണ്ണടി പ്രദേശവും താഴത്തുള്ള പ്രദേശവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അന്നേ കാലത്തിന് ആൾക്കാർ നടന്നു പോകാൻ ഏക മാർഗം ഉണ്ടായിരുന്നു. അന്ന് പാലവും മറ്റു സൗകര്യങ്ങളായിരുന്നു. പ്രത്യേകിച്ചും താഴത്തുകുളക്കട, ആറ്റുശ്ശേരി, മടത്തനാപ്പുഴ, മാവടി, മൈലംകുളം, പുത്തൂർ മേഖലയിലും ഏറെ ആളുകൾ നടന്നായിരുന്നു രാത്രികളിലും പകലും പേച്ച് കാണുന്നതിനായാലും പകൽ കെട്ടുത്സവം കാണുന്നതിനും ഉച്ചക്കലത്ത് മുടിയെടുപ്പ് കാണുന്നതിനായിട്ട് പോകുന്നത്. ആ സമയങ്ങളിൽ ദാഹവെള്ളം കിട്ടാൻ ആൾക്കാർ മാർഗമില്ലാത്ത അവസ്ഥയിൽ ഇവിടെ ചേലാട്ട് വീട്ടിൽ രാമേശ്വരപിള്ളയാണ് ഈ പ്രക്രിയ തുടങ്ങി വെച്ചത്. ഇതിൻ്റെ പ്രത്യേകം പറയുമ്പോൾ ആൾക്കാരിൽ നിന്നും പാല് കളക്ട് ചെയ്ത് തൈരാക്കി പ്രത്യേക കറിക്കൂട്ട് തയ്യാറാക്കി വള്ളത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രത്യേകത മാങ്ങാക്കൂട്ടും. ഈ കൂട്ട് ഒരിക്കലും നമുക്ക് നമ്മുടെ വീടുകൾ ഉണ്ടാക്കാൻ കഴിയില്ല. ഇതിൻ്റെ പ്രത്യേകത ഏറ്റവും വലുതാണ്. ഇതിന് വള്ളം നമുക്ക് തന്നു സഹായിക്കുന്നത് ആറ്റുശ്ശേരിയിലെ ഓണംപള്ളി കുടുംബാംഗങ്ങളാണ്. അന്ന് ഈ മറ്റു ഗ്ലാസോ മറ്റു മാർഗങ്ങളോ സമയം അന്ന് ചിരട്ടയിലായിരുന്നു ആൾക്കാർ ഈ വെള്ളം കുടിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നീട് എന്ത് ചെയ്തു, ഇത് പനയഞ്ചേരി കുടുംബത്തിൽ ചെല്ലപ്പൻപിള്ളയും മക്കളും ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇവിടുത്തെ താഴത്തുകളുടെ ഒരുപറ്റ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് രാഹുല്, ഉണ്ണി എന്ന് പറയുന്ന ശിവപ്രസാദ്, അനില്, ശ്രീജിത്ത്, പിന്നെ രാജേഷ്, ഈ പറയുന്ന ഒരു ടീം ഇത് ഏറ്റെടുക്കുകയും ഞങ്ങൾ അത്യാവശ്യം എല്ലാ ബാക്കി പിന്തുണയും നൽകപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരംഭിച്ചു. ഇപ്പോൾ സമയം 10 മണിയായി. ഏതാണ്ട് ആയിരക്കണക്കിന് 100 ആൾക്കാർ ഇവിടെ വന്നത് ഉണ്ട്. അപ്പോൾ ദാഹജലമാണ് ഇന്ന് ഏറ്റവും പ്രത്യേകത. ഇതിൻ്റെ ഈ കൂട്ട് തയ്യാറാക്കുന്നുണ്ട്. ഈ ഒരു ടേസ്റ്റ് വേറെ എവിടെയും നമുക്ക് ലഭിക്കത്തില്ല. ഓർമ്മ വെച്ച നാളെ എനിക്കിപ്പോൾ 70 വയസ്സുണ്ട്. ഇത്രയും നാളുകൊണ്ട് കൂടെ കൊടുക്കും. ഈ കൊതുമ്പ് വെള്ളത്തിലാണോ കൊടുക്കുന്നത്? കൊതുമ്പ് വെള്ളം അങ്ങനെ കളത്തിൻ്റെ വെച്ചായിരുന്നു കൊടുക്കുന്നത്. ഇപ്പോൾ അതിൽ അമ്പലം അടുത്തായോണ്ടേ കളത്തിൻ്റെ അടുത്തോണ്ട് പോകണ്ടെന്നും പറഞ്ഞ് കൂടെ വെച്ചാൽ കൊടുക്കുന്നു. പിന്നെ കൊടുക്കാൻ ദാഹിച്ച് പൊരിഞ്ഞ് അന്ന് നടന്നൊക്കെ പോകുന്ന എപ്പോഴെല്ലാം ഇങ്ങനെ അങ്ങ് വട്ടി. അന്നേരം പിന്നെ ആൾക്കാർ വെള്ളത്തിന് ദാഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ കൂടെ എല്ലാ വർഷവും കൊടുക്കും.